കരഞ്ഞിട്ട് പണ്ടാരാണെങ്കിൽ പോയി. കരഞ്ഞു കരഞ്ഞു. നമ്മുടെ നിവിൻ പോളിയൊക്കെ അവതരിപ്പിച്ച പ്രേമം സിനിമയുണ്ടല്ലോ, അതുപോലൊരു സിനിമയാണ്. അതിനെയും കാട്ടി വെല്ലുന്ന നല്ല തകർപ്പൻ സിനിമയാണ്. സുരാജേട്ടൻ തമിഴിൽ വന്നിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഡിഫറൻസ് ഉള്ളത്. അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു ചേഞ്ചസ് കാണാനുണ്ട്. കുറേ കാലം നമ്മൾ മലയാളത്തിൽ കണ്ടു, ഇപ്പം തമിഴിലൊരു ഒരു അച്ഛനായിട്ട് ഭയങ്കര ഡെപ്ത്, ഭയങ്കര ഫീലിംഗ് ആയിട്ടുള്ളൊരു സംഗതിയാണ് കേട്ടോ. സൂപ്പർ, ഒരു രക്ഷയില്ല. നീ ഇത് എടുത്ത് കണ്ടോ, എന്തെങ്കിലും നിനക്ക് പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ആ ടിക്കറ്റിൻ്റെ പൈസ ഞാൻ തരില്ല. പ്രേമന് അത് വന്ന് കണ്ടു നോക്കണം, വന്ന ആൾക്കാരൊന്ന് കണ്ടോട്ടെ എന്നിട്ട് പറയട്ടെ. സത്യം പറഞ്ഞാൽ പ്രേമലിനെക്കാട്ടിലും കവിച്ചു കിട്ടും ചിലപ്പോൾ. കുട്ടികളുടെയൊക്കെ പേരൻസിന് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സിനിമയാണ്. സുരാജേട്ടൻ തമിഴിൽ തന്നെ നിൽക്കാൻ നല്ലതെന്നൊക്കെ തോന്നുന്നു. സ്വരാജേട്ടൻ്റെ അഭിനയം കണ്ടിട്ട് നമ്മൾ അറിയാൻ പറ്റത്തില്ല. ആ രീതിയിൽ നല്ല അടിപൊളി പെർഫോമൻസ്, നമ്മൾ കരഞ്ഞിരുന്ന് പോകും. എല്ലാം ഉണ്ട്. കണ്ടു എൻ്റെ പൊന്നെ അളിയാ, യൂത്ത് കണ്ടിറങ്ങിയുള്ളൂ കേട്ടോ. സൂപ്പർ മൂവി, ഒരു രക്ഷയില്ല. നമുക്ക് തമിഴിലൊക്കെ അങ്ങനെ ഒരു സംഭവം ചെയ്യാന്ന് പറഞ്ഞാലേ, നമ്മുടെ ധനുഷിൻ്റെ പടത്തിൽ ധനുഷിൻ്റെ മോനായിട്ടൊരു പയ്യനാണ് കെൻ, അങ്ങനെയാണ് പേര്. മൂപ്പരൻ്റെ ഡയറക്ഷനും പടം ഞാൻ പറയാം മച്ചാനെ. ഇപ്പോൾ തമിഴ് പടങ്ങളൊക്കെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. പടം എവിടെ തുടങ്ങിയത് എവിടെ അവസാനിക്കണമെന്നും കൂടി പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷേ ഇത് അവൻ തന്നെ ഡയറക്ഷൻ, വെച്ച കൈ മുതൽ എടുക്കുന്ന കൈ വരെയുള്ള സംഭവങ്ങളുണ്ട്. സുരാജേട്ടനൊക്കെ പെർഫോമൻസ് കൊണ്ട് ഒരു രക്ഷയില്ല. അമ്മയും മോനും അച്ഛനുമുള്ള സംഭവം കരഞ്ഞിട്ട് പണ്ടാരാണെങ്കിൽ പോയി. ക്യാമ്പസ് മൂവിയാണ്. ക്യാമ്പസിലുള്ളവരെല്ലാവരും പൊളിയാ. ഒപ്പൊളി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ரொம்ப പിടിച്ചിருக்கு. അതായത് யாருக்கும் பிடிக்காம இருக்க மாட்டேன், அவ்வளோ நல்ல பண்ணி வச்சிருக்கு. ഫാമിലിക്ക് നല്ല ഇഷ്ടപ്പെടും. എന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും സ്കൂളിൽ നിന്ന് നമ്മളൊരു കോളേജിലോട്ട് ചെന്ന് പെട്ടിട്ട് പിന്നെ ആ കോളേജിൽ നിന്ന് വിട്ടു പോരാൻ തോന്നില്ല. അത്രയും നല്ല ഫീൽ ഗുഡ്. സത്യം പറഞ്ഞാൽ പ്രേമലിനെക്കാട്ടിലും കവിച്ചു കിട്ടും ചിലപ്പോൾ. പ്രേമലിനെ നമ്മളെ കുറ്റം പറഞ്ഞല്ല, പക്ഷെ ഇത് ചെയ്തു വെച്ച സാധനം ഉണ്ടല്ലോ, വെറുതെ പറയല്ല. ഇവരൊക്കെ കണ്ട ആൾക്കാരോട് ചോദിച്ചത് ചെയ്തു വെച്ച സാധനം എന്ന് പറഞ്ഞാൽ ആ അമ്മയും മോനും നമ്മൾ മക്കളെ എങ്ങനെ വളർത്താം, മക്കൾക്ക് എങ്ങനെ അച്ഛനോടും അമ്മോടും എങ്ങനെ സ്നേഹിക്കാം എന്നുള്ളതൊക്കെ നോക്കുന്നുണ്ട്. അതിലൊരു സീനിൽ ചോദിക്കുന്നുണ്ട്, ആ കുട്ടീനെ കൂടുതൽ പിടിക്കുമെന്ന് ചോദിക്കുമ്പോൾ അമ്മേനെ ആണോ അവളേനെയാണോ കൂടുതൽ ഇഷ്ടം എന്ന് ചോദിക്കും. അപ്പോൾ അവൻ പറയും അത് എങ്ങനെ അമ്മേനെ അങ്ങനെ ഇതാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. എന്നിട്ട് രണ്ടുപേരും ഒരേ ഇതിലാണെന്ന് പറയും. അപ്പോൾ അമ്മയ്ക്കൊരു ഫീൽ വരുന്ന സംഭവമുണ്ട്, ഒരു പേടി വരുന്നുണ്ട് മക്കൾ വിട്ടുപോകുന്നുള്ളൊരു. പക്ഷേ നമ്മൾ ശരിക്കും അമ്മേനെ സ്നേഹിക്കുന്ന വേറെ രീതിയിൽ, നമ്മളൊരു പെങ്കൊച്ചിനെ സ്നേഹിക്കുന്ന വേറെ രീതിയിൽ. പക്ഷെ അതറിയാതെ കുറേ മണ്ടികളുണ്ട്, മണ്ടന്മാരും ഉണ്ട്. പ്രണയം എന്താണെന്നറിയാതെ. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം യഥാർത്ഥമായിട്ട് നമ്മുടെ കയ്യിലോട്ട് ഒന്ന് വന്ന് കയറുകയാണെങ്കിൽ, ചതിക്കില്ല എന്നുള്ളതാണെങ്കിൽ നമുക്കതിനെ പൊന്നു പോലെ നോക്കുകയും ചെയ്യാം, അതേമാതിരി ഇതാവുകയും ചെയ്യാം. അതൊക്കെ ഇത് ഒരുപാട് കാണാണ്ട് കേട്ടോ. ഇവനൊരു വിജയമുള്ള സമയത്ത് അവളുടെ കൂടെ കൂട്ടുമെന്ന് പറയുമ്പോൾ അവൾ റിജക്റ്റ് ചെയ്യുന്ന സംഭവമുണ്ട്. അത് സൂപ്പറായിട്ടുണ്ട്. അത് എല്ലാ പെണ്ണുങ്ങൾക്കും ഒരു ആപ്പായിക്കോട്ടെ, അത്രേ ഉള്ളൂ. സൂപ്പർ, ഒരു രക്ഷയില്ല. നീ ഇത് എടുത്ത് കണ്ടോ, എന്തെങ്കിലും നിനക്ക് പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ആ ടിക്കറ്റിൻ്റെ പൈസ ഞാൻ തരും. അത്രയും നല്ല ഇതാണ്. ആ പടം കണ്ടിട്ട് ആരും അത് നല്ല അല്ലാന്ന് പറയില്ല. ഒരു രക്ഷയില്ല. സുരാജേട്ടൻ തമിഴിൽ തന്നെ നിൽക്കാൻ നല്ലതെന്നൊക്കെ തോന്നുന്നു. മൂപ്പരെ വില്ലനോ അവിടുത്തെ നായകനോ അച്ഛന്മാരുടേതായിട്ട് മമ്മൂക്ക പറഞ്ഞ മാതിരി അപ്പൂപ്പനും ഇതായിട്ടൊന്നും അങ്ങനെയുള്ള നല്ല സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് മൂപ്പര് അവിടെ തന്നെ കൂടുകയാണ് നല്ലത്. ഇത് മലയാളത്തിനെക്കാട്ടിലും ബെറ്ററാണ് ഇപ്പോൾ സത്യം പറഞ്ഞു ചെയ്ത്. അങ്ങനെയല്ലോ. അതെ, ഈ പ്രണയം എന്ന് പറയുന്നത് എന്താ, നമുക്ക് എല്ലാവർക്കും അവകാശപ്പെട്ട അല്ലേ. അതായത് ചെറിയ കുട്ടികൾ മുതൽ നമ്മൾ പല പ്രണയമുണ്ട്. അതായത് ചെറിയ കുഞ്ഞുങ്ങളെ നമ്മൾ സ്വന്തം മക്കളായിട്ട് സ്നേഹിക്കുന്നത്, അതുമാതിരി അച്ഛനമ്മേനെ സ്നേഹിക്കുന്നത്, അടുത്തുള്ള സുഹൃത്തിനെ സ്നേഹിക്കുന്നത്, അടുത്തുള്ള ആൻറ്റീനെ സ്നേഹിക്കുന്നത്, അതൊക്കെ ഓരോ പ്രണയമാണ്. അല്ല അങ്ങനെയല്ല പറയണത്. അത് നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിക്കാൻ പറയല്ല. പ്രണയം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് ആ രീതിയല്ല. പ്രണയത്തിന് പല രൂപങ്ങളും പല ഇതുമുണ്ട്. അപ്പോൾ നമ്മൾ സ്നേഹിക്കുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ അളിയനെ സ്നേഹിക്കുകയാണെങ്കിൽ അത് അളിയനൊന്നും കണ്ടിട്ടാവില്ല, നമ്മുടെ സ്വന്തം സുഹൃത്താണ്. അവനെന്തെങ്കിലും ഒരു ആപത്ത് വരുമ്പോൾ അവൻ്റെ കൂടെ നിൽക്കുക, അവനെന്തെങ്കിലും സഹായം ചെയ്യുക, അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ചിലർ അവൻ്റെ അടുത്ത് കണ്ടിട്ട് കൂടെ കൂടുന്നവരുണ്ട്. അതേമാതിരി പെണ്ണായാലും ആണായാലും അങ്ങനെ. അതിന് പ്രണയം എന്ന് പറയാൻ പറ്റില്ല, അത് അത്യാഗ്രഹം. അത് മറ്റേ അവൻ്റെ അടുത്ത് എങ്ങനെ പിടിച്ചു പറിക്കുക എന്നുള്ളത് മാത്രമാണ്. അത് പ്രണയം. അടിപൊളിയാണ്, ഒരു രക്ഷയില്ല സംഭവം. കെവിൻ അവൻ തകർത്തു. അവനെ സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പം ഇത് പറയല്ല, വരട്ട് വെച്ചോളി, അവനെ പിടിച്ചാൽ കിട്ടില്ല. തമിഴ്നാട് കോളിളക്കം ഉറപ്പാണ്. ഇപ്പോൾ കേരളത്തിൽ ഇത് കണ്ട് തമിഴ് അറിയാത്തവരുടെ കാര്യമല്ല, തമിഴ് അറിയണവനെ എന്തായാലും അവൻ്റെ കണ്ണുന്നൊരു തുള്ളി വെള്ളം വീണിട്ടില്ല എന്നുണ്ടെങ്കിൽ അവൻ പൊട്ടനാ സത്യം.
ഞാൻ പറയണത് എഴുതി വെച്ചോ. ഈ പടം കണ്ടിട്ട്, യൂത്ത് എന്നുള്ള പടം കണ്ടിട്ട് மச்சா ரொம்ப பண்ணி வச்சிருக்கு. எதுவும் இல்லை, ஒரு கொஞ்சம் லோஸ் இல்லை, எல்லாம் நல்லபடியாக முடிக்கிற அவ்வளோதான். സൂപ്പർ മൂവി. യൂത്ത് സിനിമ നമ്മുടെ കണ്ടായിരുന്നു. നമ്മുടെ അതിനകത്ത് നല്ലൊരു കഥാപാത്രം സ്വരാജ് വെഞ്ഞാറമ്മൂട് നല്ലൊരു ഫാമിലി കഥാപാത്രം ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാ കുട്ടികളുടെ ഒരു കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടമാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ നമ്മുടെ മലയാള സിനിമ പ്രേമം, നമ്മുടെ നിവിൻ പോളിയൊക്കെ അവതരിപ്പിച്ച പ്രേമം സിനിമയുണ്ടല്ലോ, അതുപോലൊരു സിനിമയാണ്. അതിനെക്കാട്ടി വെല്ലുന്ന നല്ല തകർപ്പൻ സിനിമയാണ്. പിന്നെ ഒരുപാട് കുട്ടികളൊക്കെ ഇതിനകത്ത് നല്ല ക്യാരക്ടർ അവതരിപ്പിച്ചിട്ടുണ്ട്. എല്ലാം കൊണ്ടും നല്ല തമാശയും ഒരു 2-3 പാട്ട്, നല്ല അടിപൊളി പാട്ട് സീനുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി പടമാണ്. സ്വരാജ് ചേട്ടൻ്റെ അഭിനയം കണ്ടിട്ട് നമ്മൾ അറിയാൻ പറ്റത്തില്ല. ആ രീതിയിൽ നല്ല അടിപൊളി പെർഫോമൻസ്, നമ്മൾ കരഞ്ഞിരുന്ന് പോകും. അതേപോലെയുള്ള ഒരു ഫാമിലി സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെയാണ്. ഇതിന് നല്ല സ്വരാജ് വെഞ്ഞാറമ്മൂടിൻ്റെ മകനാണ് ഒരു ഹീറോ ആയിട്ട് അഭിനയിക്കുന്നത്. പുള്ളിക്കാരൻ നല്ല അടിപൊളിയായിട്ട് അത് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. നല്ല തമാശയും നല്ല ഫാമിലി ഇമോഷനും ഈ കുട്ടികളുടെയൊക്കെ പേരൻസിന് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സിനിമയാണ്. എല്ലാം കൊണ്ടും നല്ല തകർപ്പൻ സിനിമയാണ്. എന്താ പറയുക, മോശമില്ല. ലൈക്ക് 3 to 4 ആൾക്കാർ, 3-4 ആൾക്കാരുണ്ട്. 3-4 ആൾക്കാരും മൂന്നാല് കുട്ടികളും അവരുടേതായ സ്റ്റൈലിൽ അവരുടേതായ ഒരു 4 തരം ജോണറിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം എങ്ങനെയൊക്കെ ആവും എന്നുള്ളത് സിനിമയിൽ വന്നാൽ കാണാം. ഫാമിലി വൈബ് ഉണ്ട്. പാരൻസിനും പ്രേമലു അത് വന്ന് കണ്ടു നോക്കണം. വന്ന ആൾക്കാരൊന്ന് കണ്ടോട്ടെ, എന്നിട്ട് പറയട്ടെ. അങ്ങനെ സുരാജ് ചേട്ടൻ തമിഴിൽ വന്നിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഡിഫറൻസ് ഉള്ളത്. അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു ചേഞ്ചസ് കാണാനുണ്ട്. കുറേ കാലം നമ്മൾ മലയാളത്തിൽ കണ്ടു, ഇപ്പം തമിഴിലൊരു ഒരു അച്ഛനായിട്ട് ഭയങ്കര ഡെപ്ത്, ഭയങ്കര ഫീലിംഗ് ആയിട്ടുള്ളൊരു സംഗതിയാണ് കേട്ടോ. ക്യാമ്പസ് മൂവി സ്പോയിലർ ആവും ഇത്. അപ്പോൾ ക്യാമ്പസ് മൂവി ആവശ്യം ആണ്. ക്യാമ്പസ് ലൈക്ക് ഒരു സ്കൂളിൽ നടക്കുന്നൊരു സംഗതിയാണ്. അപ്പം അതിൻ്റെ ബേസായിട്ട് ഒരു പ്രണയം, ആ ഒരു സംഗതിയൊക്കെ കാണുന്നൊരു സിനിമയാണ്. ആൾക്കാർ തീരുമാനിക്കണം അല്ലേ. എനിക്കിഷ്ടമായി. നല്ല അഭിനയം. ഡാൻസ് ആണെങ്കിലും ഇപ്പോൾ ക്യാരക്ടർ വൈസ് ആണെങ്കിലും നല്ല അഭിനയം, മോശമില്ല, നല്ല അഭിനയം. ലാസ്റ്റ് ഒരു ഇമോഷണലി നമുക്കൊരു ബേസിക് ഒരു ഇത് കണ്ടന്റ് ഉണ്ട് നമുക്ക് ഈ പടത്തിന്റെ. സുരാജ് ചെറിയ റോളുള്ളൂ, പക്ഷെ ഉള്ളത് നല്ല റോളാണ്. ഒരു ഫാമിലി പോയി സത്യം പറഞ്ഞു. ആ പടം കണ്ടിട്ട് നമ്മളിപ്പോൾ ആട് കണ്ടിട്ട് ചിരിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ചിരിക്കാനുണ്ട്, സങ്കടപ്പെടാനുണ്ട്. ഒരുപാട് ഒരമ്മയും അച്ഛനും മകനും ഉള്ള ഒരു സംഭവം. സുരാജ് വെഞ്ഞാറമ്മൂടൊക്കെ അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. അവൻ തന്നെ ഡയറക്ഷനും അവൻ തന്നെ നായകനും. അതിൽ ആ കോളേജ് ക്യാമ്പസിൻ്റെ സംഭവമൊക്കെ നമ്മളൊക്കെ ഒരുപാട് സ്കൂളിലും കോളേജിലൊക്കെ അനുഭവിച്ച ഒരുപാട് സംഭവങ്ങളുണ്ട്. ഫീലിംഗ് ബെറ്ററാണ്. സൂപ്പർ മൂവി, ഒന്നും പറയാനില്ല. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ. പ്രേക്ഷകരോട് ഒന്നേ പറയാനുള്ളൂ, ഇങ്ങനത്തെ ചെറിയ പടമാണെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും തള്ളിക്കളയരുത്. അത്രയും മൈൻഡൊക്കെ സെറ്റായിട്ട് ഇരുന്ന് കഴിഞ്ഞാലല്ലേ നമുക്കിങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കൂടെ കടന്നു പോകുന്ന ഓരോ സംഭവങ്ങളും അതിൽ കാണിക്കുന്നുണ്ട്. സുരാജ് ഏട്ടനൊക്കെ മലയാളത്തിൽ നിന്ന് തമിഴിലോട്ട് പോയത് നന്നായെന്നേ പറയുള്ളൂ. അത്രയും നല്ല റോളാണ് മൂപ്പർക്ക്. ഇപ്പോൾ ഒരു പടം രണ്ടാമത്തെ പടം തോന്നുന്നത്. സുരാജേട്ടൻ്റെ പെർഫോമൻസ് ഒരു രക്ഷയില്ല. ഒരു അച്ഛനും നമ്മളെ എങ്ങനെ അമ്മേനെ അച്ഛനെ എങ്ങനെ നോക്കണമെന്ന് മക്കളൊക്കെ കണ്ടിരിക്കേണ്ട ഒരു പടമാണ്. പിന്നെ അതുമല്ല, അച്ഛനും അമ്മയും മക്കളെ എങ്ങനെ സ്നേഹിക്കണമെന്നുള്ളത് കണ്ടിരിക്കേണ്ട ഒരു ഫീൽ ഗുഡ് മൂവി. അത്രയും നല്ല സുന്ദരമായിട്ട് എവിടുന്ന് തുടങ്ങിയോ അവിടെ തന്നെ കൊടുന്ന് അവസാനിപ്പിച്ച ആ ഡയറക്ഷനും അവൻ തന്നെയാണെങ്കിലും അത്രയും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് കൊണ്ട് ഒരു രക്ഷയില്ല. പിന്നെ അൻഷിക അനിൽകുമാറോ, നമ്മുടെ അവളുടെ 2ാമത്തെ തമിഴ് പടമാണ്. അതും ഫസ്റ്റ് തമിഴ് പടം ചെയ്തതിനേക്കാട്ടിലും ഒന്നും കൂടി ബെറ്റർ ആയിട്ടുണ്ടാവുള്ളൂ. അടുത്തും നല്ലതായിട്ട് പറ്റേ. ഇപ്പോൾ നമ്മുടെ മരണമാസത്തിലൊക്കെ അവളായിരുന്നല്ലോ നായിക. നല്ല പെർഫോമൻസ് ഉണ്ട്. നായികന്മാരായാലും ശരി, നായകന്മാരായാലും അതിൽ അഭിനയിച്ച എല്ലാവരും, അവൻ്റെ അമ്മയായിട്ട് അഭിനയിച്ചും അച്ഛനായിട്ട് സുരാജ് വെഞ്ഞാറമ്മൂടും കൂട്ടുകാരായിട്ടും എന്താ നമ്മൾ ശരിക്ക് ക്യാമ്പസിലോട്ട് കയറിയിട്ട് നമ്മൾ ആ ക്യാമ്പസ് വിട്ട് പോകുമ്പോൾ നമുക്ക് തോന്നുമല്ലോ അതിന് പോരരുതേന്ന് തോന്നുമല്ലോ. അത്രയും ഫീൽ കിട്ടുന്നു, മനസ്സ് നിറഞ്ഞു. അടിപൊളിയായിട്ട് സുരാജേട്ടൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. കരഞ്ഞു അടിപൊളി മൂവിയാ. നന്നായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും വന്ന് കാണും. എല്ലാവരും സൂപ്പർ. എല്ലാം ഉണ്ട്.
ഏത് ജോണർ കോമഡി എന്റർടൈൻമെന്റ് എല്ലാം ഉണ്ട്. റൊമാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. യൂത്തിന് പറ്റിയ